ഇന്നത്തെ ഈ ഉപതിരഞ്ഞെടുപ്പ് ദിവസം ഉപതിരഞ്ഞെടുപ്പിനോടൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി മുൻപേ ഇന്ന് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്ത ഈ ദിവസം ആളിക്കത്തിയ ഒരു വലിയ വാർത്ത എന്ന് പറയുന്നത് ഇ.പി. ജയരാജന്റെ ആത്മകഥാ വിവാദം തന്നെയായിരുന്നു. ഇ.പി. ജയരാജന്റെ ആത്മകഥയുടേത് എന്ന പേരിൽ ഒരു PDF പകർപ്പ് പോളിംഗ് തുടങ്ങിയതിന് തൊട്ട് പിന്നാലെ തന്നെയാണ് പുറത്തു വന്നത്. ഒന്നാം പിണറായി സർക്കാരിനുള്ള മതിപ്പ് രണ്ടാം പിണറായി സർക്കാരിനില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം പാളി എന്ന് തുടങ്ങി അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഇതിന്റെ ഉള്ളടക്കം. ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന 3 മണ്ഡലങ്ങളിലെയും ഇടതു സാധ്യതകളെ ചോദ്യം ചെയ്യുന്ന പരാമർശങ്ങളും PDF പകർപ്പിലുണ്ടായിരുന്നു. PDF ആയി പ്രചരിക്കുന്നത് തന്റെ ആത്മകഥയല്ലെന്നായിരുന്നു ഇ.പി. ജയരാജന്റെ പ്രതികരണം. പുസ്തകം പ്രസിദ്ധീകരിക്കാൻ താൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല എന്ന് കാട്ടി ജയരാജൻ DGPക്ക് പരാതിയുമായി നൽകി. അപ്പോൾ ഈ എല്ലാ വിഷയങ്ങളും പ്രതിപാദിക്കുന്ന സമഗ്രമായ റിപ്പോർട്ടിലേക്ക്. ഇരുട്ടി വെളുക്കും മുമ്പ് കോൺഗ്രസിൽ നിന്ന് മറുകണ്ഠം ചാടിയ ആളാണ് പി സരിൻ. ചേലക്കരയിലെ അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം ഇടത് വോട്ടുകൾ ചോർത്തും. ഇന്ത്യ മുന്നണിയുടെ സഖ്യകക്ഷിയോട് വയനാട്ടിൽ എന്തിന് മത്സരിക്കുന്നു എന്ന ചോദ്യം ഒരു കുരുക്ക് തന്നെയാണ്. എന്നിങ്ങനെ പാലക്കാട്ടെയും ചേലക്കരയിലെയും വയനാട്ടിലെയും ഇടത് സ്ഥാനാർത്ഥികളുടെ സാധ്യതകളെ പ്രതിരോധത്തിലാക്കുന്നതാണ് ഇ.പിയുടെ ആത്മകഥ എന്ന പേരിൽ പുറത്തുവന്ന PDF-ന്റെ ഉള്ളടക്കം. അതിനപ്പുറം പാർട്ടിക്കുള്ളിൽ അത് വലിയ കലാപക്കൊടിയും ഉയർത്തുന്നു. ഇന്നലെ രാത്രി DC ബുക്സിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ പുസ്തകത്തിന്റെ കവർ പുറത്തു വന്നതായിരുന്നു തുടക്കം. തൊട്ടു പിന്നാലെ PDF പകർപ്പ് വിവിധ മാധ്യമങ്ങളിലൂടെയും സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളിലൂടെയും പുറത്തു വന്നു. വിവാദം പൊട്ടി വീണു. PDF-ൽ പാർട്ടിക്കെതിരെ അത്യന്തം ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ ഇ.പി. ഉയർത്തുന്നതായി PDF-ൽ പറയുന്ന ആവലാതികൾ, വിമർശനങ്ങൾ, അഭിപ്രായങ്ങൾ ചുരുക്കത്തിൽ ഇങ്ങനെ: ഒന്നാം പിണറായി സർക്കാരിനോട് ഉണ്ടായിരുന്ന മതിപ്പ് രണ്ടാം പിണറായി സർക്കാരിന് നിലനിർത്താനായില്ല. മന്ത്രിമാർ താരതമ്യേന ദുർബലരാണ് എന്ന ചിന്ത ജനങ്ങളിൽ വളർന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം പാളി. 3 ജില്ലാ സെക്രട്ടറിമാർ മത്സരിച്ചത് മാനദണ്ഡം ലംഘിച്ച്. സംഘടനാ രംഗത്ത് നിന്ന് പാർട്ടിയെയും മുന്നണിയെയും ചലിപ്പിക്കേണ്ടവരെയാണ് മത്സരിപ്പിച്ചത്. നേതാക്കളും പ്രവർത്തകരും പഴയതുപോലെ ജനങ്ങളെ കേൾക്കുന്നില്ല. തുടർഭരണത്തിൽ താഴേക്കിടയിലുള്ള നേതാക്കൾക്ക് പോലും തലക്കനമാണെന്ന ചിന്ത രൂപപ്പെടുന്നു. വിദ്യാർത്ഥി യുവജന സംഘടനകളിൽ പുഴുക്കുത്തുകൾ കടന്നുകൂടിയത് വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്നു. സഖാക്കൾ പരസ്പരം ലൂസ് ടോക്കിലൂടെ കുറ്റപ്പെടുത്തുകയും പഴിചാരുകയും ചെയ്യുന്നു. സ്വന്തം സ്ഥാനമുറപ്പിക്കാനാണ് ഇത്തരം പ്രവർത്തനങ്ങൾ. ബൂർഷ്വാ പാർട്ടികളിലെ പ്രവണതകൾ പാർട്ടിയിലേക്ക് കടന്നുവരുന്നു. നവകേരള സദസ്സ് ഉദ്ദേശിച്ച ലക്ഷ്യം കൈവരിച്ചില്ല. വിമർശനങ്ങളെ സംഘടനാപരമായി നേരിടാനാകുന്നില്ല. രാഷ്ട്രീയ പ്രചരണങ്ങൾ ലക്ഷ്യം കൈവരിച്ചില്ല. സംഘടനാ രംഗത്തും ഭരണരംഗത്തും രാഷ്ട്രീയ നിലപാടുകളിലും അടിമുടി തിരുത്തൽ അനിവാര്യമായിരിക്കുന്നു. ഇവ കൂടാതെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയതിലുള്ള അമർഷം, ദേശാഭിമാനി ബോണ്ട്, ബന്ധു നിയമനം, ജാവദേക്കർ കൂടിക്കാഴ്ച, നാക്കുപിഴകൾ തുടങ്ങി നിരവധി വിവാദങ്ങളിൽ വേണ്ടവിധം പാർട്ടിയും പാർട്ടി സംവിധാനങ്ങളും ഒപ്പം നിൽക്കാത്തതിലുള്ള അമർഷവും തുറന്നെഴുതിയിട്ടുണ്ട്. മനസ്സിൽ തോന്നുന്നതും അനുഭവിച്ചതുമായ കാര്യങ്ങളുടെ തുറന്നെഴുത്ത് മാത്രം. 100% ആത്മാർത്ഥവും സത്യസന്ധവുമായാണ് എഴുതിയത്. ഈ എഴുത്തിനെതിരെയും കടന്നാക്രമണങ്ങൾ ഉണ്ടാകും. അത് കാര്യമാക്കുന്നില്ല എന്നും ഇ.പിയുടേതായി പുറത്തു വന്ന PDF-ലുണ്ട്. വിവാദം കത്തിപ്പിടിച്ചതിന് പിന്നാലെ മാധ്യമങ്ങളെ കണ്ട ഇ.പി. ജയരാജൻ പുറത്തു വന്നത് തന്റെ ആത്മകഥ അല്ലെന്ന് നിഷേധിച്ചു. ഇന്ന് പകലുടനീളം അദ്ദേഹം മാധ്യമങ്ങളെ കൂട്ടായും പ്രത്യേകവും പലവട്ടം കണ്ടു. ഗൂഢാലോചനയെന്ന് ആവർത്തിച്ചു. DC-യെ നേരിട്ട് വിളിച്ച് പുസ്തകം പ്രസിദ്ധീകരിക്കാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചുവെന്നും ജയരാജൻ പറഞ്ഞു. എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യാനും പ്രസിദ്ധീകരിക്കാനും ഒന്നും DC ബുക്സിനെ ഞാൻ ചുമതലപ്പെടുത്തിയിട്ടില്ല. ഞാൻ എൻ്റെ ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അത് പൂർത്തിയായിട്ടില്ല. അങ്ങനെയുള്ള എൻ്റെ ആത്മകഥ എന്ന പേരിൽ ഞാൻ എഴുതിയിട്ടില്ലാത്ത കുറേ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഇന്ന് മാധ്യമങ്ങളിൽ, ദൃശ്യമാധ്യമങ്ങളിൽ, ചാനലുകളിൽ കാണാനിടയായി. അത് ഒരാസൂത്രിതമായ ഗൂഢാലോചനയാണ്. അതുകൊണ്ട് ഇത് സംബന്ധിച്ച് സമഗ്രമായൊരു അന്വേഷണം നടത്തണം, ശക്തമായ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ജയരാജനെ തൽക്കാലം വിശ്വാസത്തിലെടുക്കുകയാണ് പാർട്ടി. Denounce this as a falsehood. Nothing like that has been written. Nothing like that has been published. This is obviously a stunt keeping the by-elections in view. Nobody will be fooled by this. വൃത്തികെട്ട ഗൂഢാലോചനയെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആരെപ്പറ്റിയാണോ ആ പുസ്തകത്തെ പറ്റിയെല്ലാം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം തന്നെ അതിനിശ്ചിതമായിട്ട് അത്തരത്തിലുള്ള ഒരു കാര്യവും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ സാഹചര്യത്തിൽ ജയരാജൻ പറയുന്നത് വിശ്വസിക്കുക എന്നുള്ളത് തന്നെയാണ് പാർട്ടിക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം. ഇങ്ങനെ ഒരു തോന്നിയാസ വാർത്ത ഉണ്ടാക്കിയിട്ട് പാർട്ടിയുടെ മേലെ കെട്ടിവെക്കാനുള്ള ഗൂഢശ്രമമാണ് നിങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത്. ഇ.പി. പറഞ്ഞതിനപ്പുറം ഒന്നും പറയാനില്ലെന്നും സംസ്ഥാന സെക്രട്ടറി പറഞ്ഞവസാനിപ്പിച്ചു. ഇടത് സ്ഥാനാർത്ഥികളുടെ പ്രതികരണം ഇങ്ങനെ: പച്ചയായ മണ്ണിന്റെ സഖാവാണ്,
തുറന്ന പുസ്തകം പോലെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. കളങ്കങ്ങളില്ല, കാപട്യങ്ങളില്ല. ആ മനുഷ്യൻ്റെ എൻഡോഴ്സ്മെൻറ്റുകളും വിയോജിപ്പുകളും തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി. എൻഡോഴ്സ്മെൻറ്റ് മാത്രമല്ലല്ലോ എപ്പോഴും, ചിലപ്പോൾ നല്ല വിമർശനങ്ങളും കൂടി വന്നാൽ അതും ഒരു പാർട്ടിയുടെ ഉൾപാർട്ടി ജനാധിപത്യത്തിൻ്റെ ശക്തിയല്ലേ. ഇതൊക്കെ ഒരു ക്രിയേഷനാണ്, സൃഷ്ടിക്കുകയാണ് ഇതൊക്കെ. ഈ വോട്ടെടുപ്പിൻ്റെ ദിവസം മുമ്പങ്ങാണ്ട് എഴുതിയാന്നാണ് പറയുന്നത്. എന്തോ എഴുതി വെച്ചെന്നൊക്കെ ഞാൻ കേട്ടത്. എഴുതി വെച്ചത് ഇപ്പം ഇന്നേ ദിവസം അത് പുറത്തിറക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് പുറകിലൊക്കെ ഒരു പ്ലാനും കാര്യം ഉണ്ടായിരിക്കാം. അതൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ മറുപടി പറയും, മുഖ്യമന്ത്രി മറുപടി പറഞ്ഞോളൂ. പാർട്ടിക്കുള്ളിലെ അഭിപ്രായം ജയരാജനിലൂടെ പുറത്തു വന്നെന്ന് പ്രതിപക്ഷ നേതാവും പ്രതികരിച്ചു. CPM-ൽ കലാപമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞതിൻ്റെ അടിവരയാണ് CP ജയരാജൻ തൻ്റെ ആത്മകഥയിലൂടെ ഇത്തിരിക്കുന്നത്. DCCയുടെ ഒരു കത്തുമായി നടന്നവർ എല്ലാവരും ഇപ്പോൾ ഇനിയിപ്പോൾ ഒരു 5-6 ദിവസമുള്ള ഇലക്ഷനിൽ നിങ്ങൾ ഈ ബുക്ക് വച്ചുകൊണ്ട് നടക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതൊക്കെ ഒരു കാലത്തിൻ്റെ കാവ്യനീതിയാണ്. EP ജയരാജൻ ഒരു തരത്തിലും ഭയപ്പെടേണ്ട, നിലപാടിൽ ഉറച്ചു നിൽക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ്. EP ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല. CPM-ൽ നിന്ന് ഒരു ഭീഷണി, ഏത് ഭീഷണി നിങ്ങൾക്ക് വന്നാലും കേരളത്തിൽ നിങ്ങൾക്ക് യാതൊരു ഭയവും ആവശ്യമില്ല. EP ജയരാജൻ പറഞ്ഞെടുത്ത് ഉറച്ചു നിൽക്കണമെന്നാണ് എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോളിംഗ് നടക്കുന്ന ദിവസം പുലർച്ചെയാണ് EP ജയരാജൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരം പുറത്തുവരുന്നത്. തനിയാവർത്തനം പോലെ ഇന്ന് പുസ്തക വിവാദത്തിലൂടെ EP വീണ്ടും വിവാദ പുരുഷനായി. DCയെ പോലൊരു പ്രസാധകശാല പുറത്തിറക്കാനിരിക്കുന്ന ഒരു പുസ്തകത്തിന്റെ PDF പുറത്തു വന്നത് ഏതായാലും അസാധാരണമാണ്. പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ഏൽപ്പിച്ചിട്ടില്ലെന്ന ജയരാജന്റെ മറുപടിയോട് അവരിതുവരെ പ്രതികരിച്ചിട്ടുമില്ല. തെരഞ്ഞെടുപ്പിന് ശേഷവും ഈ വിവാദം കത്തിയാളുമെന്ന കാര്യം ഉറപ്പ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.